ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇന്നേ ഞാൻ വന്നിട്ടുള്ളത് VFA റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. സംഭവം വേറൊന്നുമല്ല. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. VFA റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ടൈം ടേബിൾ റെഡി ആക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു നോക്കിയാൽ ഈ ടൈം ടേബിളിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി മീൻസ് യൂസ്ഫുൾ ആവുമല്ലോ. ഇപ്പം 5 ജില്ലകൾക്കാണ് സെപ്റ്റംബർ 19 എക്സാം ഉള്ളത്. അപ്പം ഇത്ര ജില്ലക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത്. ബാക്കി ജില്ലക്കാർ വേണം മീൻസ് ഇങ്ങനെ അവർക്ക് ഇത് ആവശ്യമുണ്ട്, ടൈമിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്കും കൂടി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ ഇനി വളരെ കുറച്ച് ദിവസം തന്നെയുള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഓരോ ദിവസവും നമ്മൾ അത്രയും എഫക്റ്റീവായിട്ട് ക്ലിയർ ആയിട്ട് സ്ട്രാറ്റജിക്കലി ഇനി മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും ചിലപ്പോൾ തെറ്റിപ്പോകും. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് മുൻപ് എനിക്ക് പറയേണ്ട കാര്യം, ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറയുന്ന കാര്യമാണ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, പിന്നെ PYQ, SCRT ഇത്ര സാധനങ്ങൾ ഡെയിലി നോക്കണം. ഓക്കെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും വേണ്ടില്ല ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എത്ര ടൈം ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇനി നിങ്ങൾ നോക്കേണ്ടത് എല്ലാം മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ ബാക്കിലോട്ട് നോക്കി പോകേണ്ടത്. അതായത് ഈ മാസം, അതായത് ഇനിയിപ്പോൾ നാളെയാണ് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കേണ്ടത്. 2 ദിവസമൊക്കെ എടുത്തിട്ട് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം എടുത്ത് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുക. അങ്ങനെ ഒരു 3 ദിവസം വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ബാക്കിലോട്ട് അങ്ങനെ പോകണം. ഓക്കെ, ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് അത് ആ ഒരു കൃത്യം ഒരു കൊല്ലത്തെയൊക്കെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്തായാലും ഒരു 2 ദിവസമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ 3 ദിവസം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ എങ്ങനെയും ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഡെയിലി ഇപ്പോൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അത് അത്രയും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന അത്രയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു ഐഡിയ ഓരോ ടോപ്പിക്കിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മീൻസ് അങ്ങനെ ഈ VFA എക്സാംസിന് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ആ വീഡിയോ ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. പിന്നെ പ്രിലിംസിനാണെങ്കിലും യൂസ്ഫുൾ ആവും ഞാനിടുന്ന ആ വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ഓരോ ദിവസം ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ ഈ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനിതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സൺഡേസ് ഫുള്ള് റിവിഷന് വേണ്ടി മാത്രമാണ് കേട്ടോ ടൈം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ സൺഡേസും നിങ്ങൾ റിവിഷനും PYQസും മാത്രം, വേറൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോർഷൻ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എവിടെയും പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൺഡേസിനുള്ളിൽ നിങ്ങൾ തീർത്തിരിക്കണം. സൺഡേസ് നിങ്ങൾക്ക് ഒരു റെസ്റ്റിനുള്ള ഡേ അല്ല, അല്ലെങ്കിൽ ലീവ് എടുക്കാനുള്ളതോ അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഡേ അല്ല. അന്നാണ് നിങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കേണ്ട ദിവസം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ റിവിഷനും PYQയും പിന്നെ എന്തെങ്കിലും പെൻഡിങ് പോർഷൻസ് ഉണ്ടെങ്കിൽ എല്ലാ സൺഡേസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോണം. അപ്പം ഞാനിപ്പം ഒരു ടൈം ടേബിൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ 19 നമ്മൾ ജൂലൈ 16 മുതൽ, അതായത് നാളെ മുതൽക്കുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു ലൈക്ക് ഇത് ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പം സെപ്റ്റംബർ 16 അതായത് നാളെയാണ് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 16 മുതൽ 18 വരെ, അതായത് മൊത്തം ഡേ 1 ടു ഡേ 3. ഓക്കെ, ഈ 3 ദിവസം നിങ്ങൾ പഠിക്കേണ്ട സാധനം ഏതാണ്? മീൻസ് സാധനമല്ല, മീൻസ് സബ്ജക്റ്റ്. ഒക്കെ 2 സബ്ജക്റ്റാണ് നിങ്ങൾ ഇത്ര ദിവസങ്ങൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി. ഞാൻ ആദ്യം വേറൊരു കാര്യം, ഓക്കെ, ഇതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റും ഞാൻ ഇത്ര ദിവസം കൊണ്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ പറയാം. ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർക്കണം. അത് നിങ്ങളാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓരോ ദിവസങ്ങൾ. അതായത് ഞാനിപ്പോൾ പറയാം, അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ചരിത്രം നിങ്ങൾ 14 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അപ്പോൾ ഈ 14 ദിവസം എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളാണ് എഴുതി വെക്കേണ്ടത്. അത് ഞാൻ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പരിപാടി ഉള്ള ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഇന്ന ദിവസം നിങ്ങൾ ഇത് പഠിക്കണം എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രം മെൻഷൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ചരിത്രം പഠിക്കേണ്ടത് 14 ദിവസം കൊണ്ട്, അത് ഹിസ്റ്ററി, ജോഗ്രഫിയും 14 ദിവസം കൊണ്ടും, കോൺസ്റ്റിറ്റ്യൂഷനും കേരളം ഭരണ സംവിധാനം 13 ദിവസം കൊണ്ടും, ജീവശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം 13 ദിവസം കൊണ്ടും, കലാ, കായികം, സാഹിത്യം അത് 6 ദിവസം കൊണ്ടും, സുപ്രധാന നിയമം 6 ദിവസം കൊണ്ടും, പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 3 ദിവസം കൊണ്ടും, പിന്നെ കമ്പ്യൂട്ടർ 1 ദിവസം കൊണ്ടാണ് പഠിച്ചു തീർക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇപ്പം പിന്നെ എല്ലാ സൺഡേസും നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡേയ്സ് നിങ്ങൾക്ക് ഈ റിവിഷനും PYQസിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ,
അപ്പം ജൂലൈ 16 മുതൽ 18 വരെ നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കുന്നു. ജൂലൈ 19 തീയതി നിങ്ങൾക്ക് റിവിഷൻ ഡേ ആണ്, പിന്നെ PYQ ഡേ ആണ്. ഓക്കെ, പിന്നെ ജൂലൈ 20 മുതൽ 25 വരെ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി തന്നെ വീണ്ടും. പിന്നെ ജൂലൈ 26 നിങ്ങൾക്ക് റിവിഷൻ ആൻഡ് PYQ ആണ് അഗെയിൻ. പിന്നെ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 1 തീയതി വരെ വീണ്ടും ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയാണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ എന്ന് മുതലാണ് ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 1 വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 വിഷയങ്ങളാണുള്ളത്. ഒന്ന് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ മിഡിൽ ടൈം ഒരു നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹിസ്റ്ററി ജോഗ്രഫിയിൽ. സോറി, നമ്മൾ ഒരു മിഡ് ഡേയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, SCERT ആൻഡ് PYQ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഒരു മിഡ് ഡേയിൽ നോക്കേണ്ടത്. പറ്റുന്നുണ്ടെങ്കിൽ മീൻസ് ഞാൻ ഫോളോ ചെയ്ത രീതിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് എഫക്റ്റീവായ രീതി വെച്ചാൽ ആ രീതിയിൽ തന്നെ ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്ര സബ്ജക്ട്സ് നിങ്ങൾക്ക് പല പല സമയങ്ങളിലായിട്ട് പഠിക്കാൻ തോന്നുന്നത് വെച്ചാൽ ദാറ്റ്സ് ഓക്കെ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു മിഡ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം ഒരു 4 മണി വരെ അല്ലെങ്കിൽ ഒരു 5 മണി വരെയൊക്കെയാണ് ഞാൻ ഇത്ര കാര്യങ്ങൾ നോക്കാറ്. പിന്നെ രാവിലെ ഒരു സെഷൻ, പിന്നെ ഉച്ചയ്ക്ക് ഇത്ര സെഷൻ ഒരു ടൈം, പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം അടുത്ത ഒരു പീരീഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ടൈം ഏകദേശം സെറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ ടൈമിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റ് നോക്കുന്നു, വൈകുന്നേരത്തെ ടൈമിൽ നിങ്ങൾ വേറൊരു സബ്ജക്റ്റ് നോക്കുന്നു. ഈ രീതിയിലാണ് ഞാനിപ്പോൾ ടൈം ടേബിൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഫസ്റ്റത്തെ ടൈമിൽ ചെയ്യേണ്ടത്, അത് ഫസ്റ്റത്തെ ലൈക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയാണ്. അത് രാവിലെ ഹിസ്റ്ററി, പിന്നെ വൈകുന്നേരത്തെ സെഷനിൽ ജോഗ്രഫി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫസ്റ്റ് രാവിലെ ലൈക്ക് ഏതാ നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ഞാനായിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് രാവിലെ ഹിസ്റ്ററി ആൻഡ് വൈകുന്നേരം ജോഗ്രഫി ആ രീതിയിലേക്കായിരുന്നു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് രാവിലെ ജോഗ്രഫി ആണെങ്കിൽ രാവിലെ, പിന്നെ വൈകുന്നേരം ഹിസ്റ്ററി, എങ്ങനെ വേണമെങ്കിൽ ടൈം സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ രാത്രിയാണ് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ഏകദേശം ഒരു ഓവർവ്യൂ ആണ് തരുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ് ഏതൊക്കെ ദിവസങ്ങളിലുള്ളിലാണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇതിനുള്ളിൽ തീർക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്, ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 1 ഉള്ളിൽ നമ്മൾ നമ്മളുടെ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി എന്നുള്ള പോർഷൻ മൊത്തം തീർക്കും. ഓക്കെ, ഇതിനിടയിൽ നിങ്ങൾ ഫുൾ പോർഷൻസ് ഏതൊക്കെ ദിവസങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഇപ്പം തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. എന്നിട്ട് PYQസിനുള്ള ടൈം നിങ്ങൾ ഇതിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് പിന്നെയും ചെയ്യാൻ ടൈം ഉണ്ട് കേട്ടോ, ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഓഗസ്റ്റ് 3 മുതൽക്ക് പിന്നെ ഓഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കേരള അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനിടയിൽ റിവിഷനും, അതായത് സൺഡേസ് ഒക്കെ റിവിഷൻ PYQ ആണ് കേട്ടോ. പിന്നെ അടുത്തത് ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 29 വരെ നമ്മൾ ബയോളജി ആൻഡ് എക്കണോമിക്സ് തീർക്കും. പിന്നെ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 5 വരെ നമ്മൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആ സംഭവമില്ലേ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലോ എന്നുള്ള ടോപ്പിക്സും തീർക്കും. പിന്നെ സെപ്റ്റംബർ 7 മുതൽ 9 വരെ, പിന്നെ അതുപോലെ തന്നെ സെപ്റ്റംബർ 11 സെപ്റ്റംബർ 7 മുതൽ 9 വരെ ആയിരിക്കും നമ്മൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നോക്കാം. അതായത് സെപ്റ്റംബർ 7, 8, 9 ഈ 3 ദിവസങ്ങളിൽ കേട്ടോ. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നല്ലോണം നോക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്ര പഠിക്കുക. പിന്നെ PYQസും മാക്സിമം നോക്കുക. ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സെപ്റ്റംബർ 10 തീയതി കമ്പ്യൂട്ടർ നോക്കുന്നു. പിന്നെ സെപ്റ്റംബർ 11 മുതൽ ഒരു 13 വരെ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ഏരിയാസ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണം, എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസങ്ങളിൽ ചെയ്യുക. പിന്നെ അതിനുശേഷം 13 നിങ്ങൾ 14 നിങ്ങൾ മാക്സിമം PYQ അല്ലെങ്കിൽ ഒരു ദിവസം 3-4 എത്ര PYQ ചെയ്യാൻ പറ്റും അത്ര PYQs ഒന്ന് ചെയ്യുക. പിന്നെ അതിനുശേഷം ഫുള്ള് നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനാണ് കേട്ടോ. ഫസ്റ്റ് മുതൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഓടിച്ചൊന്ന് വായിച്ച് നോക്കുക. ദിവസം ഒരു PYQ വീതം ചെയ്യുക. എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് അത് PYQ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് അപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുക. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും പോകാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കും, എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, പിന്നെ ഡെയിലി ഒരു SCERT ചാപ്റ്റർ എന്നുള്ള രീതിയിലും കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് പഠിക്കാനും പറ്റും. നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു അവസരമാണ്, ഇതാരും കൊണ്ട് കളയരുത് കേട്ടോ. നമ്മൾ കൃത്യം ഒരു 65 അല്ലെങ്കിൽ 70 ദിവസം കൃത്യമായി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക. കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്കൊന്നും റിസൾട്ട് കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ, അത് നിങ്ങളാണ് കഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ
അത്രയും കഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ കുറച്ചും കൂടിയും രസമുണ്ട്. നമ്മൾക്ക് അത്രയും കഷ്ടപ്പെടുമ്പോൾ തന്നെയാണ് ഓരോ വിജയവും അത്രയും സ്വീറ്റായി തോന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ ഇനി വരുന്ന ഒരു സന്തോഷത്തിനും സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ടല്ലേ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പം അത്രയും സന്തോഷത്തോടു കൂടി തന്നെ ഇരുന്ന് പഠിക്കുക. അല്ലാതെ സങ്കടപ്പെട്ടിട്ട് അയ്യോ ഞാൻ പഠിക്കണമല്ലോ അങ്ങനെയൊന്നും ചിന്തിച്ച് പഠിക്കണ്ട കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്ക് വേണ്ടി കുറേ പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് ആ രീതിയിലൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്തായാലും നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ. പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരുപാട് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായി പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഇനി വേറെ ഏതെങ്കിലും അതായത് അടുത്ത ഘട്ടത്തിൻ്റെയൊക്കെ ടൈം ടേബിൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ. പിന്നെ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ ഫീഡ്ബാക്കിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ അത്രയും നന്ദി. താങ്ക് യു.